കാഫർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് നിർമ്മിച്ചത് RS റിബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ നൽകുമെന്ന് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയാണ് ഇനാം പ്രഖ്യാപിച്ചത്. ആവശ്യമുള്ളവർക്ക് റിബേഷിന്റെ ഫോൺ പരിശോധിക്കാമെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ റിബേഷ് മുസ്ലിം ലീഗ് നേതാവിനെതിരെ ഒരു നിയമ നടപടിയിലേക്കൊക്കെ നീങ്ങുകയാണ്. അതിനൊപ്പമാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ ഈ റിബേഷാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, വലിയൊരു പ്രത്യാരോപണങ്ങളിലേക്ക് തന്നെയാണ് വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം കടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഈ വടകര ഡിവൈഎഫ്ഐ ബ്ലോക്കാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് നിർമ്മിച്ചത് റിജേഷ് രാധാകൃഷ്ണൻ ആണ് എന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ ഡിവൈഎഫ്ഐ നൽകുമെന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ റിബേഷിന്റെ ഫോണും പരിശോധിക്കാമെന്നാണ് ഡിവൈഎഫ്ഐ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ വലിയൊരു രീതിയിലുള്ള ആരോപണവുമായി UDF രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റിബേഷാണ് റിബേഷ് ഈ കേസിൽ പെട്ടിട്ടില്ല എന്ന് റിബേഷ് തെളിയിക്കുകയാണെങ്കിൽ റിബേഷിന് 25 ലക്ഷം രൂപ ഞങ്ങൾ നൽകാമെന്ന രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെയായി UDF രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മുൻ MLA ആയ പാറക്കൽ അബ്ദുള്ളക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നു എന്ന് റിബേഷ് വ്യക്തമാക്കിയിരുന്നു. അതായത് തനിക്കെതിരെ ഫേസ്ബുക്കിലൂടെ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പ്രചരിപ്പിച്ചു എന്ന രീതിയിൽ വ്യാജ വാർത്തകൾ ഫേസ്ബുക്കിലൂടെ നൽകി എന്നതാണ് റിബേഷ് ഉന്നയിച്ചിരുന്ന ആരോപണം. 3 ദിവസത്തിനുള്ളിൽ തന്നോട് പൊതുസ്ഥലത്ത് വെച്ച് മാപ്പ് പറയണമെന്നൊരു കാര്യം തന്നെയാണ് ഈ റിബേഷ് രാധാകൃഷ്ണൻ നോട്ടീസിൽ വ്യക്തമായിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നൊരു കാര്യം വെളിപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയൊരു രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് തന്നെയാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് കടക്കുന്നത്. ഒരു ഭാഗത്ത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികളെ രക്ഷിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായും റിബേഷ് രാധാകൃഷ്ണൻ ഇതിൽ പ്രതിയാണെന്ന് വെളിപ്പെടുത്തിയ സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിബേഷ് രാധാകൃഷ്ണനെ ഇത് പ്രചരിപ്പിച്ചതിൽ റിബേഷ് രാധാകൃഷ്ണന് പങ്കുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പോലീസ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിബേഷിനെ മനഃപൂർവ്വം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കുകയാണ്. അത്തരത്തിൽ റിബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ ഇനാമായി പ്രഖ്യാപിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള പ്രത്യാരോപണങ്ങളിലേക്കാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം എത്തിയിരിക്കുന്നത്. ലക്ഷ്മി, ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.